കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. കൺട്രോൾ യൂണിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇറ്റ്സ് ഫങ്ഷൻ ഇസ് ടു കൺട്രോൾ ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള മുഴുവൻ കമ്പോണൻസും അവരുടെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ വേറെ രീതിയിൽ എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫങ്ഷൻ ഇസ് ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ഓൾ ദി ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിനെ പല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ മെയിനായിട്ട് 2 കാറ്റഗറീസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷനാണ് കൺട്രോൾ യൂണിറ്റിനുള്ളത്: ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും അത് വരിക. അപ്പോൾ ഇവിടെ ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെല്ലിംഗ് നോക്കണം, ഹാർഡ് വയേർഡ് ആണ്, ഹാർഡ് വെയർ അല്ല കേട്ടോ, ഹാർഡ് വെയർ എന്നല്ല, ഹാർഡ് വയർ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇറ്റ് ഫോളോസ് എ സർക്യൂട്ടറി അപ്രോച്ച്. സർക്യൂട്ടറി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിജിറ്റൽ സർക്യൂട്ടുകൾ വെച്ചിട്ടാണ് ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഹാർഡ്വെയർ അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ഫോളോസ് എ ഹാർഡ്വെയർ അപ്രോച്ച്. Then micro programmed implementation. It follows a programming approach. അതായത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ അപ്രോച്ചാണ്. അതേസമയം ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. So the hardwired implementation views the control unit as a sequential logic circuit that generates specific sequence of control signals in response to externally supplied instruction. അതായത് ഒരു ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ യൂണിറ്റിന് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടായിട്ടാണ് കാണുന്നത്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോജിക് സർക്യൂട്ടാണ്. ലോജിക് സർക്യൂട്ട് ആകുമ്പോൾ അതിന് കുറച്ച് ഇൻപുട്സ് ഉണ്ടാവും, കുറച്ച് ഔട്ട്പുട്ട്സും ഉണ്ടാവും. ഒന്നോ അതിൽ കൂടുതലോ ഇൻപുട്സും ഒന്നോ അതിൽ കൂടുതലോ ഔട്ട്പുട്സും ഉണ്ടാവാം. ഈ ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഇൻപുട്ട് അല്ല. ഇൻപുട്ടും അതിൻ്റെ കൂടെ തന്നെ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ദി സിസ്റ്റം എന്താണോ അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ആയിരിക്കും ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട്. അതായത് ഈ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ഇതിൻ്റെ തൊട്ട് മുന്നേ എന്താണോ ചെയ്തത് അതിൻ്റെ റിസൾട്ട് എന്താണെന്നനുസരിച്ചിട്ടാണ് അതും ഇപ്പോഴത്തെ ഇൻപുട്ടും കൂടെ നോക്കിയിട്ടായിരിക്കും ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എന്താ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടായിട്ടാണ് കൺട്രോൾ യൂണിറ്റിനെ ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷനിൽ കാണുന്നത്. ദെൻ ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ദി കൺട്രോൾ യൂണിറ്റ് ഇസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ഗേറ്റ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഡീകോഡേഴ്സ് ആൻഡ് അതർ ഡിജിറ്റൽ സർക്യൂട്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു സർക്യൂട്ടറി അപ്രോച്ചാണെന്ന്, അതായത് കുറേ സർക്യൂട്ട്സ് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് കുറേ ഗേറ്റ്സ്, അതായത് ലോജിക് ഗേറ്റ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അതൊരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. പിന്നെ ഡീകോഡേഴ്സ്, അതും ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. അതുപോലെയുള്ള കുറേ ഡിജിറ്റൽ സർക്യൂട്ടുകൾ വെച്ചിട്ടാണ് കൺട്രോൾ യൂണിറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്തിൽ? ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷനിൽ. ദി ഗോൾ ഇസ് ടു മിനിമൈസ് ദി നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് ആൻഡ് മാക്സിമൈസ് ദി സ്പീഡ്. അപ്പം നമുക്ക് എവിടെയാണോ എന്ത് സിസ്റ്റത്തിലാണോ സ്പീഡിന് ഹൈ പ്രയോറിറ്റി വേണ്ടത്, സ്പീഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സിസ്റ്റമാണെങ്കിൽ അവിടെ ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ എനി ചേഞ്ചസ് റിക്വയർ റീഡിസൈനിങ് ദി സർക്യൂട്ട്. അപ്പോൾ ഇവിടെ അതിന് ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾക്കിപ്പോൾ ഇലക്ട്രിക്കൽ വയറിങ് എന്താണെന്ന് അറിയാലോ. ഡിഫറെൻറ്റ് കമ്പോണൻസിന് വയർ വെച്ചിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ആ കണക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വയർ ഊരി വേറൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യണം, അതായത് അതിൻ്റെ ഡിസൈൻ മാറ്റണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ കമ്പോണൻസിനെയൊക്കെ ഇങ്ങനെ ഹാർഡ് വയർ ചെയ്തിരിക്കുകയാണ്. അതായത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്തു കൂടെ ഉള്ള സിഗ്നലിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ എങ്ങനെ വേണമെന്നുള്ളത്, ഇന്ന ഇൻപുട്ട്, ഇപ്പോൾ ഒരു ഇൻപുട്ടിൻ്റെ കോമ്പിനേഷന് നമ്മൾ കോമ്പിനേഷൻ എ എന്ന് പേര് കൊടുക്കുകയാണ്. അതായത് ABCD എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 കോമ്പിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഇൻപുട്ടിന്. അതേപോലെ സ്റ്റാറ്റസിനും S1, S2, S3, S4 എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റാറ്റസുകളും ഉണ്ട്. അപ്പോൾ A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിൻ്റെ കൂടെ S3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറ്റസ് വരികയാണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വരേണ്ടത്?
അവിടെ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ വയർ ചെയ്ത് വെച്ചിരിക്കുന്നു. ദെൻ എയുടെ കൂടെ എ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ്റെ കൂടെ S1 എന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ് വരണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരേണ്ടത്, ബിയുടെ കൂടെ S4 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരേണ്ടത് എന്നുള്ള രീതിയിൽ ഡിഫറെൻറ്റ് സ്റ്റാറ്റസുകൾക്ക് ഡിഫറെൻറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരേണ്ടത്, ഇങ്ങനെ ഓരോ കോമ്പിനേഷനും പ്രത്യേകമായിട്ട് വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കൺട്രോൾ യൂണിറ്റ് ഒരു സ്പെസിഫിക് പ്രോസസ്സറിന് വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ ആഡ് ചെയ്യണം. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സറിനും ഡിഫൈൻഡ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഈ കൺട്രോൾ യൂണിറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അതിന് കംപ്ലീറ്റ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചേഞ്ച് ആണെങ്കിലും ഒരു റീഡിസൈനിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്ക് ഒരു ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതൊരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന് അതിനകത്തേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ, എക്സ്റ്റേണലി സപ്ലൈഡ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ദെൻ സ്റ്റാറ്റസ് സിഗ്നൽസ്. അതായത് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇൻപുട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ അതിൻ്റെ പ്രീവിയസ് സ്റ്റാറ്റസ് അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്താണെന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ കുറച്ച് സ്റ്റാറ്റസ് സിഗ്നൽസും ഇൻസ്ട്രക്ഷനും ഇത് രണ്ടും ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് കുറച്ച് കൺട്രോൾ സിഗ്നൽസ് ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡിസൈൻ ആൻഡ് ടെസ്റ്റ്. അതായത് ഇങ്ങനെ ഓരോ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിനും എന്ത് ഔട്ട്പുട്ട് വരണം എന്നുള്ളത് നമ്മളിങ്ങനെ വയർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു, സർക്യൂട്ടറി വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈനും ടെസ്റ്റിങ്ങും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻഫ്ലെക്സിബിൾ ടു മോഡിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റീഡിസൈൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടത് ഇൻഫ്ലെക്സിബിൾ ടു മോഡിഫിക്കേഷനാണ്. ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് എക്സ്പെൻസീവ്. എന്നുവെച്ചാൽ ഇത്രയും ഹാർഡ്വെയർ കമ്പോണൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എക്സ്പെൻസീവാണ്. ദെൻ ഫാസ്റ്റർ മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് ഇതിൻ്റെ ഓപ്പറേഷൻ വളരെ ഫാസ്റ്ററാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കമ്പോണൻസ് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യാറുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു സമയത്തെ നമുക്ക് മിനിമം കമ്പോണൻസ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ യൂണിറ്റാണ് ഇത് വെച്ചിട്ട് ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഒരുപാട് കമ്പോണൻസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഡിസൈൻ ഭയങ്കര കോംപ്ലക്സ് ആയി പോകും. ഇനി ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഡയഗ്രാം കാണാം. ഇത് ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഡയഗ്രാമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എൻകോഡർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകത്താണ് നമ്മൾ ഹാർഡ് വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻപുട്സ് വരണത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, ഇവിടെ ഒരു ഇൻപുട്ടുണ്ട്, ഇവിടെ ഇൻപുട്ടുണ്ട്. ഈ 3 ടൈപ്പ് ഇൻപുട്ടുകൾ വന്നിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ടാണ് അതിൻ്റെ കൺട്രോൾ സിഗ്നൽസ്, ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ഇൻപുട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നേരിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്കാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ K ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് K നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു പ്രോസസ്സറിനുള്ള കൺട്രോൾ യൂണിറ്റാണ് ഡിസൈൻ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡറിന് K ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. അതായത് ഇവിടെ ഇൻസ്ട്രക്ഷൻ 1 to അപ് ടു ഇൻസ്ട്രക്ഷൻ K എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ K ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ അതായത് നമുക്കിപ്പോൾ അതിനകത്ത് ആഡ് എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സബ് എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആഡ് ഫോർ അഡീഷൻ, സബ് ഫോർ സബ്ട്രാക്ഷൻ, ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് വരുന്ന ഈ ഔട്ട്പുട്ട് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ്റെ ഓരോ ബിറ്റാണ്. ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ഒരു ബൈനറി വാല്യൂ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 10110 ആണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓരോ ലൈൻ എന്ന് പറഞ്ഞാൽ 10110 അങ്ങനെ ഓരോ ലൈനിലായിരിക്കും ഇതിൻ്റെ ഓരോ ബിറ്റ് വരിക. അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ ബിറ്റ്സാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് വരിക. എന്നിട്ട് അത് ഏത് ഇൻസ്ട്രക്ഷനാണോ അതിനനുസരിച്ചിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ലൈൻ മാത്രം ആക്റ്റീവ് ആവും. അതായത് ഇപ്പോൾ ആഡ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ഇൻസ്ട്രക്ഷൻ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആഡാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വന്നതെന്നുണ്ടെങ്കിൽ 2 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ 2 എന്ന് പറഞ്ഞ ലൈൻ
മാത്രം 1 ആയിരിക്കും, ബാക്കി എല്ലാ ലൈനും 0 ആയിരിക്കും. ഇനിയിപ്പോൾ സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ നമ്പർ 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ മാത്രം 1 ആയിരിക്കും വാല്യൂ, ബാക്കിയെല്ലാം 0 ആയിരിക്കും വാല്യൂ. അതായത് ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത്, അതായത് ഏത് ഇൻസ്ട്രക്ഷനാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കറസ്പോണ്ടിങ് ലൈൻ മാത്രം ആക്റ്റീവായിട്ട് ഇരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു ഇൻപുട്ട്. ഇനിയുള്ളത് ടൈമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ ഉണ്ട്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് കുറേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ മൈക്രോ ഇൻസ്ട്രക്ഷനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറേ ടൈം സ്ലോട്ട്സ് വേണം. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് കുറേ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെച്ചാൽ ഒറ്റയടിക്ക് ഒരു ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യല്ല, അതിനകത്ത് കുറേ സ്റ്റെപ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഉണ്ടാവും, അതായത് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് എടുക്കുക, ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, ദെൻ മെമ്മറി അഡ്രസ് ജനറേഷൻ, ദെൻ ഓപ്പറാൻഡ് ഫെച്ച്, ദെൻ എക്സിക്യൂട്ട്, ദെൻ സ്റ്റോർ റിസൾട്ട്. ഇതുപോലെ കുറേ സ്റ്റെപ്സ് ആയിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്തതിന് ഇതിനെ വീണ്ടും കുറേ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ ഏത് സ്റ്റെപ്പിലാണ് നമ്മുടെ പ്രോസസ്സർ ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് അറിയണം. അതായത് ഓരോ സ്റ്റെപ്പിലും ഇൻവോൾവ് ചെയ്യുന്ന സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഓരോന്നായിരിക്കും. അതായത് ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുമ്പോൾ ഉള്ള രജിസ്റ്റേഴ്സ് ആയിരിക്കില്ല നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നെ ഫെച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരിക. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ കുറേ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ ഏത് സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നനുസരിച്ചിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ബിഹേവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻപുട്ടാണ് ഈ സൈഡിൽ നിന്ന് വരുന്നത്, ഇവിടുന്ന് വരുന്ന ഇൻപുട്ട്. അതായത് ഒരു കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ ഉണ്ട്. ഈ സ്റ്റെപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞാൽ, അതായത് സ്റ്റെപ്പ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, അതായത് കുറേ ലൈൻസ് ഉണ്ട്. അപ്പോൾ അത് 4 ലൈനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 4 ലൈൻ വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് വരെ റെപ്രസെൻറ്റ് ചെയ്യാം? 0 മുതൽ 15 വരെ, അതായത് ടോട്ടൽ 16 കോമ്പിനേഷൻസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ത് 4 ബിറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു 4 ലൈൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 സ്റ്റെപ്സ് ഉള്ള സമയത്ത്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 16 സ്റ്റെപ്സ് വരെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ 4 ലൈൻ ഉണ്ടാവും. അതേസമയം ഇപ്പോൾ അവിടെ 3 ലൈനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 സ്റ്റെപ്സ് വരെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ വരുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ. കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് 1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൻ്റെ ഔട്ട്പുട്ട് 2 ആണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പാണെങ്കിൽ, 3 ആണെങ്കിൽ തേർഡ് സ്റ്റെപ്പാണ്. അങ്ങനെയാണ് കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടറിന് ബേസിക്കായിട്ട് 3 ഇൻപുട്സ് ആണുള്ളത്. ഒന്ന് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഒരു ക്ലോക്ക് ജനറേറ്റർ ഉണ്ടാവും. ആ ക്ലോക്ക് ജനറേറ്ററാണ് ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ ടൈമിംഗ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ക്ലോക്ക് ജനറേറ്ററിൻ്റെ ക്ലോക്ക് പൾസസ് ആണ് നോക്കുക. അപ്പോൾ ആ ക്ലോക്കാണ് ഇവിടെ ഒരു ഇൻപുട്ട് ടൈം കീപ്പ് ചെയ്യാനായിട്ട്. അതായത് ഇൻസ്ട്രക്ഷൻ്റെ ഒരു സ്റ്റെപ്പ് എപ്പോൾ എക്സിക്യൂഷൻ തുടങ്ങണം, എപ്പോൾ തീരണം എന്നറിയണമെങ്കിൽ നമുക്കൊരു ടൈമിംഗ് വേണ്ടേ. അപ്പോൾ ആ ടൈമിംഗ് സിഗ്നലുണ്ട്. ദെൻ സ്റ്റെപ്പ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകാൻ ഒരു ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു സിഗ്നലുണ്ട്. ഇതൊരു കൺട്രോൾ ഇൻപുട്ടാണ്. അതായത് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന സിഗ്നലാണ് ഇവിടേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ 2 എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ ഇവിടെ വരും. ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ 1 ആക്കിയാൽ അതിനർത്ഥം ഇൻക്രിമെൻ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലിരിക്കുന്നത് സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് പോകും. വീണ്ടും ഇൻക്രിമെൻ്റ് എന്ന് വരുമ്പോൾ സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് പോകും. ഇതിങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ റീസെറ്റ് ചെയ്യണം, സ്റ്റെപ്പ് 1ലേക്ക് തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞൊരു സിഗ്നൽ. ഇപ്പോൾ സ്റ്റെപ്പ് 3ലിരിക്കുമ്പോൾ റീസെറ്റ് കൊടുത്താൽ സ്റ്റെപ്പ് 1ലേക്ക് പോകും. സ്റ്റെപ്പ് 5ലിരിക്കുമ്പോൾ റീസെറ്റ് കൊടുത്താൽ സ്റ്റെപ്പ് 1ലേക്ക് പോകും. അങ്ങനെ അതിന് വേണ്ടിയൊരു റീസെറ്റ് സിഗ്നലും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൺട്രോൾ സ്റ്റെപ്പ് കൗണ്ടർ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സ്റ്റെപ്പിലാണെന്ന് മനസ്സിലാക്കാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ ഇതിങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതിന് ഇവിടെ ഒരു സ്റ്റെപ്പ് ഡീകോഡറുണ്ട്. നേരത്തെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ പറഞ്ഞ പോലെ സ്റ്റെപ്പ് 1 ആണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ, ഇതിന് T1 T2 അങ്ങനെ TN ലൈൻസ് ഉണ്ട്. അതായത് ടോട്ടൽ N സ്റ്റെപ്സ് ആണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ N ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണെന്നുണ്ടെങ്കിൽ T1 ആക്റ്റീവ് ആയിരിക്കും, സെക്കൻഡ് സ്റ്റെപ്പാണെങ്കിൽ T2 ആക്റ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാം 0 ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ nth സ്റ്റെപ്പാണെങ്കിൽ TN 1 ആയിരിക്കും, ബാക്കി എല്ലാം 0 ആയിരിക്കും. അതുപോലെയാണ് ഈ സ്റ്റെപ്പ് ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സ്റ്റെപ്പ് ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ ഏത് സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്
അതറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാനാണ് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട്. ഇനി നമുക്ക് ഇപ്പുറത്തൊരു സെറ്റ് ഓഫ് ഇൻപുട്സ് ഉണ്ട്, സ്റ്റാറ്റസ് ആൻഡ് കണ്ടീഷൻ കോഡ്സ്. അതായത് നമ്മുടെ ALUവിൻ്റെ സ്റ്റാറ്റസ് ഫ്ലാഗ്സ് ഉണ്ടാവാം, ദെൻ ഇൻട്രപ്റ്റ് സിഗ്നൽസ് ഉണ്ടാവാം, അക്നോളജ്മെൻറ്റ് സിഗ്നൽസ് ഉണ്ടാവാം. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്റ്റാറ്റസ് ആൻഡ് കണ്ടീഷൻ കോഡ് എന്ന് ഇവിടെ കൊടുത്തത്. അതായത് കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി മെഷീൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കുറേ ഇൻപുട്സ്. ഈ ഇൻപുട്സ് എല്ലാം കൂടെ എടുത്തിട്ട് അതിന് അപ്പോൾ ഇതിൻ്റെ ഓരോ കോമ്പിനേഷനാണ്, അതായത് ഇൻസ്ട്രക്ഷൻ 1ഉം T1ഉം സ്റ്റാറ്റസിൻ്റെ ഫസ്റ്റ് ലൈനുമാണ് ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ എന്താ വരണ്ടേ, ദെൻ ഇൻസ്ട്രക്ഷൻ 1ഉം T2ഉം ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റസും ആണെങ്കിൽ എന്താ ഔട്ട്പുട്ട് വരണ്ടേ. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതിനകത്ത് ഇങ്ങനെ ഹാർഡ് വയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കുറേ ഔട്ട്പുട്ട് സിഗ്നൽസ് ഉണ്ടാവും, കുറേ കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും. അതായത് CPUവിനകത്ത് രജിസ്റ്റേഴ്സും ALUവും പുറത്തുള്ള കമ്പോണൻസും എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഔട്ട്പുട്ട് സിഗ്നൽസ് ഇവിടെ ഉണ്ട്. കൂടെ ഇവിടെ 2 ഞാൻ വരച്ചിട്ടുണ്ട്, ഈ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വരച്ച്. ഇത് രണ്ടും ഈ സ്റ്റെപ്പ് കൗണ്ടറിനുള്ള ഇൻപുട്ടാണ്. അതായത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞ ലൈൻ ആക്റ്റീവ് ആവും, അതിലൊരു കൺട്രോൾ സിഗ്നൽ വിടും. ഇനി ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ തീർന്നാൽ റീസെറ്റ് എന്ന് പറഞ്ഞ ലൈൻ ആക്റ്റീവ് ആവും. അപ്പോൾ അതിനെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് തന്നെയാണ്. ഇതാണ് ഒരു ഹാർഡ് വയർഡ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇതിലെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് എൻകോഡറിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും പഠിക്കാനില്ല. ഇതാണ് അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ.